ഞാൻ ഏതോ ഒരു വേദിയിൽ പറഞ്ഞെന്ന് തോന്നുന്നു. കാരണം മലയാളത്തിലെ കമലഹാസനാണെന്ന്. കാരണം വേറൊന്നുമല്ല, ഇല്ല അങ്ങനല്ല, കമലഹാസൻ വേറെ. അതൊരു ഉദാഹരണമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കമലഹാസനെ പോലെ അല്ല, കമലഹാസൻ മലയാളത്തിലെ കമലഹാസൻ. അയ്യോ, വേറൊന്നുമല്ല, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വേഷങ്ങളാണ് ഇല്ലേ? ഏത് സിനിമയാണെങ്കിലും, ഇപ്പൊ അനന്തഭദ്രമാണെങ്കിലും സർഗമാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും ആ സിനിമയിൽ വന്ന കാലം ചേട്ടാ, എനിക്ക് അങ്ങനെ ഒരു വേഴ്സറ്റാലിറ്റിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത്. അല്ല, എനിക്ക് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർഡമോ കാര്യങ്ങളോ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളോ എൻ്റെ കൂടെ കുറെ ആൾക്കാർ ഒത്തുകൂട്ടാനോ ഫോളോവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചേട്ടാ അന്നത്തെ കാര്യങ്ങൾ ആ പടങ്ങളൊന്നും ആലോചിച്ചത്. സർഗം കഴിഞ്ഞ് ഞാൻ ചെയ്തത് വളയമാണ്. വളയത്തിൽ ലോറി ഡ്രൈവറാണ്. ചമയത്തിന് ഞാൻ കടപ്പുറത്തോട് തന്നെ അന്തികടപ്പുറമാണ്. അല്ലെങ്കിൽ മറ്റേ പാളയം വന്നപ്പോൾ ലോറി ഡ്രൈവറാണ്. ഗസലിലൊരു കാളവണ്ടിക്കാരനാണ്. സ്നേഹസാഗരത്തിന് ഞാൻ റൊമാൻറ്റിക് ഹീറോയാണ്. പീലിക്കണ്ണെഴുതി എന്നുള്ള പാട്ടൊക്കെ. അപ്പൊ അങ്ങനെ വെങ്കലത്തിൽ ഞാൻ മൂശാരിയാണ്. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ എല്ലാ കാലത്തും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഞാനത് തുടരുകയാണ്. അതാ ഇപ്പോഴും ജയരാജന്റെ പടത്തിൽ ഇങ്ങനെ ഒരു ഡോക്ടറായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം. അല്ല, അതാ നല്ലത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ മനസ്സിനും അല്ലെങ്കിൽ പിൽക്കാലത്ത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇത്രയും വേഷങ്ങൾ ചെയ്തു. ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് ഒരേ വേഷമല്ല. ഒരിക്കലും അങ്ങനെ ആവരുതേ എന്നുള്ള പ്രാർത്ഥന. അങ്ങനെ വരുന്ന എടുക്കാറില്ല കേട്ടോ. ഞാൻ അതിനുവേണ്ടി സിനിമയിൽ ഒരുപാട് ഗ്യാപ്സ് എനിക്ക് വന്നു. ചില നടന്മാരുടെ ശാപമാണ്. കാരണം അവരൊരെണ്ണം അഭിനയിച്ച് അത് ഓക്കെ ആയാലും ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടത്തിന് അത് തന്നെ ആയിരിക്കും. അതെ അതെ, ചില ആൾക്കാർ പറയുന്നുണ്ട് ചേട്ടൻ കുറച്ചുകൂടെ സജീവമാകണം, അങ്ങനെ എപ്പോഴും ചേട്ടൻ നിറഞ്ഞു നീക്കണം. അപ്പൊ ഇതിന്റെ പ്രശ്നം ഈ പറഞ്ഞ പല റിപ്പീറ്റഡ് ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് ഞാൻ ഒഴിവാക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് വലിയ ഗ്യാപ്സ് വരാറുണ്ട് സിനിമയിൽ. പക്ഷെ അതെനിക്ക് സന്തോഷമാണ്. നല്ലതിന് വേണ്ടിയല്ലേ എന്ന് കരുതിട്ട് ഞാൻ അങ്ങനെ സന്തോഷമായിട്ടിരിക്കും. സർഗം എന്ന സിനിമയെ കുറിച്ച് എന്താണ് പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് പറയാനുള്ളത്? ചേട്ടാ അതിനു മുമ്പ് ഞാൻ ഹരൻ സാറിനെ ആദ്യമായിട്ട് പോയി കണ്ട ഒരു കഥ പറയണം. അത് ചിലപ്പം പലർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നത് 86-85 സമയത്ത് അച്ഛനും കൊച്ചച്ഛനും മദ്രാസിലേക്ക് ട്രെയിനിൽ പോകുന്ന വഴി ഹരിഹരൻ സാറ് ഇവരുടെ ക്യാബിനിലുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അഭിനയം ഭ്രാന്തൊക്കെ മൂത്ത് നടക്കുന്ന സമയമാണ്. ഇവരും 1-2 സ്ഥലത്തൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഇവരുടെ എപ്പോഴും എൻ്റെ ഒരു ഫോട്ടോ കാണും, ഇങ്ങനെ ആരെങ്കിലും കാണിക്കാന്ന് വെച്ചിട്ട്. അപ്പൊ ഹരിഹരൻ സാർ ഇവരുമായിട്ട് വലിയ അടുപ്പമുള്ളതാണ്. കാരണം സാർ ആദ്യം ഡയറക്റ്റ് ചെയ്യാവുന്ന ഒരു പടത്തിൽ അച്ഛനായിരുന്നു മ്യൂസിക്. അതാണ് ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി. എന്റെ അമ്മേ, ഭജഗോവിന്ദം. ഒരു പ്ലീസ്, അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ഇഞ്ച് ചോദിക്കാനോ മുമ്പോട്ട് പോകാനോ പറ്റില്ല. അതായത് ഹരിഹരൻ സാർ ആദ്യമായിട്ട് സംവിധാനം ചേരുന്ന പടമാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഭജഗോവിന്ദം എന്നായിരുന്നു ആ പടത്തിന്റെ പേര്. അച്ഛനും കൊച്ചിനായിരുന്നു മ്യൂസിക്. ആ പാട്ട് പിൽക്കാലത്ത് ലളിതഗാനത്തിന്റെ ലേബലിലേക്ക് മാറി. ഒരു ചലച്ചിത്ര ഗാനം ആയിട്ടാണ് പിറവിയെടുത്തത്, പക്ഷേ ലളിതഗാനമായിട്ട് മാറി. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖീനി എന്ന പാട്ട് ബിച്ചു തിരുമല, ബിച്ചുവേട്ടന്റെ ആദ്യ സോങ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാട്ട്. ഇതാണ് അതിന്റെ ചരിത്രം. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖീനി പല്ലവി പാടിയ നേരം ഗുരുഗുഹദാസൻ ദീക്ഷിതരെഴുതിയ ചരണം പാടിയ നേരം നിൻ സ്വരസുധയിലെ ശ്രുതിലയമായി ഞാൻ നിന്നിലലിഞ്ഞു പോയി. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖീനി. ചേട്ടാ, ചേട്ടന്റെ ഓർമ്മ ഭയങ്കരമാണ്. ചേട്ടൻ കോളേജ് ടൈമിൽ പാടി കാണുമല്ലോ. എൻ്റെ മനസ്സിൽ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന പാട്ടുകളുണ്ട്. അതിലൊന്നാണിത്. ഓ ഗ്രേറ്റ്. കാരണം ഇത് സിനിമയിൽ വന്നിട്ടില്ല, ഇത് നമുക്ക് യൂട്യൂബിൽ പോയാൽ കിട്ടില്ല, എങ്ങും കിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങ് കിടക്കുക. അച്ഛനത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അയ്യോ ഗുരുവേ നമസ്കാരം. ഇതിൽ കൂടുതലൊരു പാട്ട് വേണ്ട, ഇത് മതി. അങ്ങനെ ഹരിഹരൻ സാറിനെ ഈ ക്യാബിനിൽ വെച്ച് അച്ഛൻ കാണുന്നു. മകൻ ഇങ്ങനെ ഒരാളുണ്ട്, മനോജ് കെ ജി എന്ന പേര്, ഈ ഫോട്ടോ ഒന്ന് കണ്ടു കൊടുക്കും, ഏതെങ്കിലും വേഷങ്ങൾ വരുവാണെങ്കിൽ ഇദ്ദേഹത്തിനെ കൂടെ ഒന്ന് മനസ്സിൽ വെക്കണമെന്ന് കൊടുത്തു. സാർ ആ ഫോട്ടോയും കൊണ്ടുപോയി. അതിനുശേഷം ഒരു 2-3 മാസം കഴിയുമ്പോൾ ടെലിഗ്രാം വന്നു. അന്ന് ടെലിഗ്രാമാണ്. ടെലിഗ്രാം വന്ന് ഇങ്ങനെ മനോജ് കെ ജയൻ നിങ്ങൾ അടുത്ത ദിവസം തന്നെ മദ്രാസിലേക്ക് എത്തണം, എൻ്റെ പുതിയ ഒരു ചിത്രത്തിലേക്ക് നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യാനാണ്,
ടെസ്റ്റ് എടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് കിട്ടിയ പൈസയും കൊണ്ട് നേരെ മദ്രാസിൽ പോയി പഴയ സ്വാമീസ് ലോഡ്ജ് എന്ന് പറയുന്ന അവിടെ പോയി താമസിച്ചു. അവിടെ പോയി താമസിച്ച് നേരെ AVM തിയേറ്ററിൽ റെക്കോർഡിംഗ് നടക്കുക. ഏത് സിനിമയെന്ന് ഇനി പറയാം, ആരണ്യകം. ആരണ്യകത്തിൽ വിനീതിന്റെ ക്യാരക്ടറിന് വേണ്ടി പലരെയും ശ്രമിക്കുന്ന സമയമാണ്. അപ്പോൾ സാറ് ഇങ്ങനെ ഒരു പുതുമുഖം എന്നെ ഒന്ന് ശ്രമിച്ചു നോക്കിയാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നു, അൻസാരി എന്ന് പറയുന്ന വലിയ പ്രശസ്തനായ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എൻ്റെ ഓരോ പടങ്ങളൊക്കെ എടുത്തു. സാറ് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് കുറച്ച് പടങ്ങൾ സ്റ്റില്ലൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റില്ലൊക്കെ എടുത്തു. സാറ് പറഞ്ഞു ഞാൻ പ്ലാൻ ചെയ്തിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് മദ്രാസിൽ നിന്ന് 2-3 പടമൊക്കെ ഉണ്ട്. അന്ന് ഖയാമത്തൊക്കെ കൂടുന്ന സമയം, ആ സമയം അതൊക്കെ പോയി കണ്ട് നേരെ തിരിച്ച് കോട്ടയത്തെത്തി. പക്ഷേ എനിക്കതിൽ ചാൻസ് കിട്ടിയില്ല. കിട്ടിയില്ല, വലിയ വിഷമായി പോയി. കാരണം അച്ഛനൊക്കെ പറഞ്ഞിട്ടും അവിടെ ചെന്നു, മദ്രാസിൽ ചെന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നില്ല, അത്രയും കഷ്ടപ്പെട്ടാണ്, കിട്ടിയില്ല. അപ്പൊ ഹരിഹരൻ സാറിന്റെ പടം വീണ്ടും ഒരു വലിയ മരീചികയായിട്ട് മാറി. എന്നാണ് ഇത് 86 മറ്റാ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സീരിയലൊക്കെ കുമിളകൾ, വൈതരണി ഇങ്ങനെയുള്ള ഒരു സീരിയലൊക്കെ ചെയ്ത് കുമിളകൾ സീരിയൽ വന്ന് ഈ സിനിമയിലേക്കുള്ള എൻട്രി ആയി. പെരുന്തച്ചൻ കിട്ടി. പെരുന്തച്ചനിലേക്കുള്ള എൻട്രി കഴിഞ്ഞപ്പോൾ പെരുന്തച്ചൻ റിലീസായി കഴിഞ്ഞപ്പോൾ പെരുന്തച്ചൻ ഹരിഹരൻ സാർ കോഴിക്കോട് ഏതോ ഒരു കോർണേഷൻ തിയേറ്ററിൽ എവിടെയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഈ ക്യാരക്ടർ നോട്ടീസ് ചെയ്തു. അപ്പൊ സാറ് ചിലപ്പോൾ മറന്നു പോയിക്കാണ് ഇയാളാണ്, കാരണം അതിനകത്ത് മൊട്ടത്തിലേക്കല്ലേ. ഇയാളെ വെച്ച് എൻ്റെ എക്കാലത്തെയും മികച്ച സിനിമ, അല്ലെങ്കിൽ സാറിൻ്റെ മനസ്സിലുള്ള വളരെ വർഷങ്ങളായിട്ടുള്ള കഥ, സർഗത്തിന്റെ കഥ ഉണ്ട്. പക്ഷെ ഈ കുട്ടൻ തമ്പുരാനെ കറക്റ്റ് ഒരാളെ കിട്ടാത്തതുകൊണ്ട് സാറ് പടം ചെയ്യാറുന്നതാണ്. അപ്പോഴാണ് ഈ പെരുന്തച്ചനിൽ എൻ്റെ ഈ വേഷം കണ്ടപ്പോൾ ഇയാളെ വെച്ച് ഇത് ചെയ്താലോ എന്ന് ആലോചിക്കുകയും എന്നെ തപ്പിപ്പിടിച്ച് മദ്രാസിൽ ഞാൻ വീണ്ടും വരാൻ പറഞ്ഞ് ഞാൻ അതിൽ കരാറ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എന്താ, ആരണ്യത്തിലെ ആ വിഷമം മുഴുവൻ പെരുന്തച്ചൻ കണ്ടതിന് ശേഷം സാർ എന്നെ വിളിച്ച് വീട്ടിൽ വരുത്തി എനിക്ക് സർഗത്തിലൂടെ സ്വർഗം തന്നു. അതാണ് എന്റെ ചെറിയ ചരിത്രം. വെങ്കലം എന്ന സിനിമ 10 വെളുപ്പിനല്ലേ, 10 വെളുപ്പിന് ആറാട്ടുകടവെങ്കിൽ എൻ്റെ ഒരു പാട്ട് ഒത്തിരി മോഹങ്ങൾ കതിരിട്ട ഒത്തിരി ചെമ്പാവ് പാടത്ത്. ഏതായിരിക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 4 വരി? ഒത്തിരി മോഹങ്ങൾ കതിരിട്ട ഉത്തരി ചെമ്പാവ് പാടത്ത്, എൻ്റെ പുത്തരി ചെമ്പാവ് പാടത്ത്, വണ്ണാത്തിപ്പുള്ളിൻ്റെ വായ്ത്താരി കേട്ടു ഞാൻ, വണ്ണാത്തിപ്പുള്ളിൻ്റെ വായ്ത്താരി കേട്ടു ഞാൻ, പൊന്നിൻ കിനാവുകൾ കൊയ്യാൻ പോയി, എൻ്റെ പൊന്നിൻ കിനാവുകൾ കൊയ്യാൻ പോയി, ഒത്തിരി മോഹങ്ങൾ. വെരി ഗുഡ്. പെട്ടെന്ന് ഈ പാട്ട് കേട്ടപ്പോ എനിക്ക് കാടാറുമാസം നാടാറുമാസം കണ്ണീർ കടൽ താമസം, ആ റൂട്ടതാണ്. ഞാൻ ഇച്ചിരി സ്ലോ ആയിട്ട് വേണം ചേട്ടൻ പിടിക്കാതിരിക്കാൻ, പക്ഷെ ചേട്ടാ അതും പിടിച്ചു. ഒത്തിരി മോഹങ്ങൾ കതിരിട്ട കാടാറുമാസം നാടാറു. അതെ, അല്ല ഒരേ രാഗമായിരിക്കും, രാഗം സെയിം രാഗം. എന്റെ ഛായ ഉണ്ട്. രവീന്ദ്ര മാഷ് അതിന്റെ ആവശ്യമില്ല. ഓക്കെ.